ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഭയം ഒരു തടസ്സമാകുന്നുവോ? നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ മുന്നേറുവാൻ തക്കവണ്ണം, പരീക്ഷകളെ അതിജീവിക്കുവാൻ തക്കവണ്ണം, പുതുതായി ഒരു തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും സാധിക്കാത്ത വിധം ഭയത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. 1 യോഹന്നാൻ 4:18 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്നാണ്. നമ്മുടെ ശ്രദ്ധ നമ്മളെ ഭയപ്പെടുത്തുന്നു. നമ്മൾ പല ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മളിൽ നിന്ന് ഭയം അകന്നു പോവുകയാണ്. എങ്ങനെയാണ് ഒരു ഇരുളുള്ള പ്രദേശത്തേക്ക് വെളിച്ചം കടന്നു വരുന്നത്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം അകന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ തളർത്തുന്നതായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റാതെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ താങ്ങി നിർത്തുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മകനെ പോലെ മകളെ പോലെ സ്നേഹിക്കുന്ന, നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം കടന്നു വന്ന യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവും തൻ്റെ അപ്പോസ്തലന്മാരെ അപ്രകാരം ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ശിഷ്യന്മാർ യഹൂദന്മാരോടുള്ള ഭയം നിമിത്തം വാതിലുകൾ അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർ യഹൂദന്മാരിലേക്ക് ശ്രദ്ധ വെച്ചപ്പോൾ അവർക്ക് ഭയമുണ്ടായി. എന്നാൽ അവരുടെ ശ്രദ്ധ യേശുക്രിസ്തുവിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഭയം മാറി അവരുടെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷവും സമാധാനവും നിറയുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഭയപ്പെട്ട് പുറകോട്ട് മാറുവാനുള്ളതല്ല, ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ആത്മാവിൽ നിറഞ്ഞതും ദൈവസ്നേഹത്തിൽ തികവുള്ളതുമായി മാറ്റപ്പെടുന്ന ഒരു ജീവിതമായി മാറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിങ്കലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നതായി മാറുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ കുടുംബജീവിതത്തിലാകാം, വ്യക്തി ജീവിതത്തിലാകാം, നമ്മുടെ സമൂഹ ജീവിതത്തിലാകാം നമ്മളുടെ ശ്രദ്ധ യേശുക്രിസ്തുവിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം, നമ്മുടെ പഴയ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ആ സ്ഥാനത്ത് നമ്മളിൽ സമാധാനവും സന്തോഷവും നിറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 3:16 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി മാറണമെന്നും അപ്പോസ്തലൻ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ അകത്തെ മനുഷ്യന് മാറ്റം വരുന്നതോടുകൂടി നമ്മുടെ ഹൃദയത്തിന് ഒരു മാറ്റം വരുന്നതോടുകൂടി ഈ ഭയത്തിൻ്റെ ചിന്തകൾ, ഈ ലോകത്തിൻ്റെതായ നമ്മളെ ഭരിക്കുന്നതായ ചിന്തകൾ നമ്മളിൽ നിന്ന് അകലുന്നതോടുകൂടി ദൈവിക സ്നേഹം നമ്മളിൽ നിറയുന്നത് മുഖാന്തരമായിട്ട് നമ്മൾ ഭയമില്ലാത്തവരായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റി ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ ഇടയായിത്തീരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ അകറ്റുന്നത് പോലെ, ഭയത്തെ നീക്കിക്കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഭയത്തിൻ്റെ ചിന്തകൾ, ഭയത്തിൻ്റെ ശക്തികൾ, നമ്മളെ അലട്ടുന്നതായ, നമ്മളെ ചാഞ്ചല്യപ്പെടുത്തുന്നതായ ഈ ലോകത്തിൻ്റെതായ അനേക ചിന്തകളിൽ നിന്ന് അകന്ന് നമ്മൾ എല്ലാം ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുവാനും ദൈവിക സ്നേഹം നമ്മളിൽ നിറയുന്നത് മുഖാന്തരമായിട്ട് ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകുവാനും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.